Okay, good morning, എല്ലാവർക്കും. So we are moving on to AC machine. AC മെഷീൻസിൽ നമുക്ക് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ജനറേറ്റേഴ്സും മോട്ടോഴ്സും തന്നെയാണ് ഉള്ളത്. ഉം, അതിനകത്ത് ആദ്യം വരുന്ന മെഷീൻ എന്ന് പറയുന്നത് AC ജനറേറ്റർ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓൾട്ടർനേറ്റർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. DC ജനറേറ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. DC ജനറേറ്റർ എങ്ങനെയായിരുന്നു? രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ നടുക്ക് ഒരു കണ്ടക്ടിങ് മെറ്റീരിയൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു. 5 by 60 × P/A എന്നൊക്കെ നമ്മൾ അതിന്റെ ഇൻഡ്യൂസ്ഡ് EMFന്റെ വോൾട്ടേജ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ആ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോമിനെ എങ്ങനെയാണ് നമ്മൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അവിടെ ജനറേറ്റ് ചെയ്ത AC നമ്മൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ബേസിക്കലി DC ജനറേറ്റർ എന്ന് പറയുന്ന ഒരു AC ജനറേറ്റർ തന്നെയാണ്. അതിനൊരു കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്തുകൊണ്ട് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മളൊരു DC ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മൾ അന്ന് പഠിച്ചതാണ്. അപ്പോൾ when we are moving on to AC generator, നമ്മൾ AC തന്നെ ജനറേറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ കൺസ്ട്രക്ഷന്റെ കേസിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതിനു മുമ്പ് ഇതിന്റെ പേരുകൾ പഠിക്കാം. നമ്മൾ AC ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പുറം പഠിച്ച DC ജനറേറ്റർ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരു ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പറയുന്നത്. ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന പേരുണ്ട്. സിങ്ക്രണസ് ജനറേറ്റർ എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, സിങ്ക്രണസ് ജനറേറ്റർ എന്ന് വിളിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് സ്ലൈഡുകളിലൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇപ്പൊ പഠിക്കാൻ പോകുന്ന AC ജനറേറ്റർ ആണ്. AC ജനറേറ്ററിനെ തന്നെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റർ എന്ന് വിളിക്കാറുണ്ട്, സിങ്ക്രണസ് ജനറേറ്റർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പവർ പ്ലാന്റുകളൊക്കെ, നമ്മുടെ എല്ലാ പവർ പ്ലാന്റിലും യൂസ് ചെയ്യുന്ന എക്സെപ്റ്റ് വിൻഡ് മിൽ ഒഴിച്ച് ബാക്കി എല്ലാ പവർ പ്ലാന്റ്സിലും നമ്മൾ യൂസ് ചെയ്യുന്നത് AC ജനറേറ്റേഴ്സ് ആണ്. ഐ മീൻ ഓൾട്ടർനേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂലമറ്റാണെന്ന് ശരി, വേറെ ഏത് പവർ പ്ലാന്റ് ആണെന്ന് ശരി, നമ്മൾ ഓൾട്ടർനേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെയിം പ്രിൻസിപ്പിൾ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു വേരിയിങ് ഫ്ലക്സ്ഡ് കണ്ടക്ടർ കൊണ്ട് വെക്കുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഫ്ലക്സ് ആണെങ്കിൽ അവിടെ കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ EMF ജനറേറ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡൈനാമിക് ഇൻഡ്യൂസ് EMF, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ് EMF എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷെ കൺസ്ട്രക്ഷൻ മാത്രമാണ് ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. നമ്മൾ DC ജനറേറ്ററിൽ എങ്ങനെയാ പറഞ്ഞാൽ മൂവിങ് കണ്ടക്ടറും സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു അല്ലെ. അവിടെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഫീൽഡ് ആയിരുന്നു, സ്റ്റേഷനറി. റോട്ടർ എന്ന് പറയുന്ന വൈൻഡിങ് ആയിരുന്നു റോട്ടർ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ നേരെ ഈ ഒരു സിങ്ക്രണസ് മെഷീന്റെ കേസിലോട്ട് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിന്റെ കേസ് വരുമ്പോഴേക്കും നേരെ തിരിയുന്നുണ്ട്. ഇവിടെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് വൈൻഡിങ് ആണ്, ആർമേച്ചർ വൈൻഡിങ് ആണ് സ്റ്റേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫീൽഡ് ആയിരിക്കും ഇവിടെ ഡൈനാമിക് അല്ലെങ്കിൽ റോട്ടർ പൊസിഷനിലോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ DC ജനറേറ്ററിൽ പഠിച്ചതിന്റെ നേരെ എതിരാണ്. ഇവിടെ ആർമേച്ചർ വൈൻഡിങ്ങിനെ സ്റ്റേറ്റർ ആയിട്ട് വെച്ചുകൊണ്ട് ഫീൽഡിനെ ആയിരിക്കും നമ്മൾ റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF നമ്മൾ എന്താ വിളിക്കുന്നത്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡൈനാമിക് എന്നും, കണ്ടക്ടർ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് വരുന്നത്. കാരണം EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പോർഷനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മറ്റേ പോർഷനെ റോട്ടർ ആക്കി വെക്കും. ഇതാണ് ബേസിക്കലി AC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വരും സ്ലൈഡുകൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, സ്റ്റേറ്റർ ഏതാണ്? ആർമേച്ചർ വൈൻഡിങ് ആണ് നമുക്ക് ജനറേറ്റേഴ്സിൽ സ്റ്റേഷനറി എലമെന്റ് ആയിട്ട് വരുന്നതും, ആൻഡ് ഫീൽഡ് ആയിരിക്കും ഇവിടെ റോട്ടർ ആയിട്ട് വരുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. ഈ ഒരു റൗണ്ട് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ, ഈ ഒരു റൗണ്ട് പോർഷൻ ആണ് നമ്മുടെ സ്റ്റേറ്റർ എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഈ ഡോട്ട്, ഈ ഒരു സർക്കിൾ, സ്മോൾ സർക്കിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ വൈൻഡിങ് ആണെന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആർമേച്ചർ വൈൻഡിങ് ഇങ്ങനെ ഈ ഒരു എന്താ ഒരു ഫ്രെയിമിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പുള്ള, ഒരു ഡംബൽ ഷേപ്പുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ റോട്ടർ എന്ന് വിളിക്കുന്നത്. ഈ റോട്ടർ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ ഇവനെയാണ് നമ്മൾ ഈ ഒരു ഷാഫ്റ്റിലോട്ടാണ്, ഈ ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ ടർബൈനെ കണക്ട് ചെയ്തത്. ടർബൈൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ടർബൈൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ടർബൈന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് ആണ് വരുന്നത് അല്ലെ.
അപ്പൊ ഈ ടർബൈൻ ബേസിക്കലി ടർബൈൻ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെയാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ പണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഒക്കെ പറഞ്ഞാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നു, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ടർബൈന്റെ റൊട്ടേഷൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്കായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവനായിരിക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഈ വൈൻഡിങ്സ്, ആർമേച്ചർ വൈൻഡിങ്സ് ഇരിക്കുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്താണ്. അങ്ങനെ ഇവിടെ ഒരു d∅dt എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ജനറേറ്റ് ചെയ്യും. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കാരണം ഇവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും. അതാണ് ബേസിക്കലി ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, ഒരു സിംഗ്രണസ് ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ആർമേച്ചർ വൈൻഡിങ്ങും റോട്ടർ എന്ന് പറയുന്ന ഫീൽഡ് വൈൻഡിങ്ങും ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഒരു പ്രാക്ടിക്കൽ ഓൾട്ടർനേറ്ററിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ജസ്റ്റ് പാടുണ്ടായിരിക്കും, ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഔട്ടർ കവറിംഗ് ഉണ്ട്. ആ ഔട്ടർ കവറിംഗ്, ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഔട്ടർ കവറിംഗ് എന്ന് വിളിക്കുന്നത്. ഈ പോർഷൻ, ഇതാണ് നമ്മുടെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഔട്ടർ പോർഷനിലേക്കാണ് ഈ ഒരു ചെറിയ ഈ ഒരു പോർഷൻ ഇല്ലേ, ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഔട്ടർ കവറിങ്ങിലേക്ക് നമ്മുടെ സ്റ്റേറ്റർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ അതുപോലെ ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സ്റ്റേറ്ററിന്റെ അകത്ത് ഇതുണ്ട്, ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു സ്ലോട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു സ്ലോട്ട്, ഇവിടെ ഒരു സ്ലോട്ട്, ഇവിടെ ഒരു സ്ലോട്ട്. അപ്പൊ ഈ സ്ലോട്ടുകളിലേക്കാണ് നമ്മുടെ ആർമേച്ചർ വൈൻഡിങ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ആ ഔട്ടർ കവറിങ്ങിലേക്ക് സ്റ്റേറ്റർ ഫ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്ററിനകത്ത് ചെറിയ 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 ഓരോ ഹോൾസ് അല്ലെങ്കിൽ സ്ലോട്ടുകൾ എന്നാണ് നമ്മൾ ടെക്നിക്കലി വിളിക്കുന്നത്. ആ സ്ലോട്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ക്ലോസ്ഡ് ഉണ്ട്, സെമി ഓപ്പൺ ഉണ്ട്, ഓപ്പൺ സ്ലോട്ട് ഉണ്ട്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സ്ലോട്ടിന്റെ അകത്തേക്കാണ് നമ്മൾ വൈൻഡിങ്സ് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ സ്റ്റേറ്റർ എന്ന് വിളിക്കുന്നത്. ദെൻ ഇത് നോക്കുക, അത് കഴിഞ്ഞുള്ളത് ഇത്രയും പോർഷൻ, ഞാൻ വരയ്ക്കുന്ന പോർഷൻ, ഇത്രയും പോർഷനാണ് നമ്മൾ റോട്ടർ എന്ന് നമ്മൾ വിളിക്കുന്നത്, റൊട്ടേറ്റിംഗ് പോർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇത് കണ്ടില്ലേ, ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വെക്കുന്ന കണ്ടില്ലേ, ഇത് ഈ ഒരു പോർഷൻ, ഞാൻ വട്ടം വരയ്ക്കാം. ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ മാഗ്നറ്റിക് പോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് പോൾസ് എന്ന് വിളിക്കുന്ന പോർഷൻ, അത് മേ ബി അത് 2 പോൾ ആവാം, 4 പോൾ ആവാം, 6 പോൾ ആവാം, 8 പോൾ ആവാം, 16 പോൾ ആവാം. ഡിപ്പെൻസ് അപ്പോൺ ആപ്ലിക്കേഷൻ, മാഗ്നറ്റിക് സ്ട്രെങ്ത്, അങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പോൾസിന്റെ എണ്ണം കൂട്ടാൻ പറ്റും. സ്പീഡും കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. സ്പീഡ് ആകാം, വോൾട്ടേജ് ആകാം, മാഗ്നറ്റിക് ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യാം. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഓഫ് പോൾസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇത് ബേസിക്കലി ഇതൊരു പോൾ കോർ ആണ്. ഈ ഒരു കോറിന്റെ അകത്തേക്ക് എഗെയിൻ വൈൻഡിങ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് വൈൻഡിങ്, കണ്ടല്ലേ, ഈ ഒരു റെക്ടാംഗിൾ ഷേപ്പ് കാണുന്ന ഇതാണ് വൈൻഡിങ്, ഇതാണ് കോർ. ഈ കോറിന്റെ അകത്തേക്ക് ഈ വൈൻഡിങ് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ റോട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹോൾ ഉണ്ട്, ഈ നടുക്കാണുന്ന ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിലോട്ടായിരിക്കും നമ്മുടെ ടർബൈന്റെ ഷാഫ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ്ലി ഇവനും കൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ബേസിക്കലി 2 പാർട്ടാണല്ലോ, ഒരു സ്റ്റേറ്ററും ഉണ്ട്, ഒരു റോട്ടറും ഉണ്ട്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് ആ ഒരു ഔട്ടർ കേജിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ സ്ലോട്ടുകൾ ഇതുപോലെ സ്ലോട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്ലോട്ടിന്റെ അകത്തോട്ട് വൈൻഡിങ് നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കും. അതാണ് സ്റ്റേറ്റർ എന്ന് വിളിക്കണേ. ആൻഡ് റോട്ടർ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അവിടെ എഗെയിൻ ഒരു റോട്ടർ കോർ കാണും, ഈ ഷേപ്പിലുള്ള റോട്ടർ കോർ കാണും. ആ റോട്ടർ കോറിന്റെ അകത്തേക്ക് നമ്മൾ വൈൻഡിങ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ അതിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വൈൻഡിങ്ങിൽ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണം. ആ കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂഷ്വലി ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു DC സോഴ്സ് ആയിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഒരു ടെർം എക്സൈറ്റർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ലേ. അതായത് ഈ വൈൻഡിങ്, അതായത് നമ്മുടെ റോട്ടറിന്റെ വൈൻഡിങ്ങിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ട് 2 ടെർമിനലായിട്ട് വെളിയിലോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ടെർമിനലിന്റെ അകത്തേക്ക് നമ്മൾ ഒരു സപ്ലൈ കൊടുക്കും. ബേസിക്കലി ഈ ഒരു കണക്ഷൻ എടുക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് വൈൻഡിങ് ഇരിക്കുന്നത്. എന്നിട്ട് ആ വൈൻഡിങ്ങിന്റെ ടെർമിനൽ നമ്മൾ നേരെ വെളിയിലോട്ട് എടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു ബാറ്ററി വഴി നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ആയിട്ട് ഒരു AC ജനറേറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ.
ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോർ എന്ന് വിചാരിക്കുക. നേരത്തെ കാണിച്ച കോർ, ആ കോറിന്റെ അകത്തോട്ട് നമ്മൾ ഇങ്ങനെ വൈൻഡിങ് ഇങ്ങനെ നമ്പർ ഓഫ് ടേൺസ് കൊടുത്തിരിക്കുകയാണ്. ദെൻ ഇത് നേരെ വെളിയിലോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ബാറ്ററി സോഴ്സ് കൊടുക്കും. മേ ബി ഡിപ്പെൻസ് അപ്പോൾ ഡയറക്ഷൻ, പോസിറ്റീവ് നെഗറ്റീവ് ചേഞ്ച് വരും. അപ്പൊ എന്താ, ഈ ബാറ്ററി കൊടുക്കുമ്പോഴേക്കും ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോഴേക്ക് ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ജനറേറ്റ് ചെയ്യും. ഒരു സൈഡ് നോർത്ത് പോൾ ആയിട്ടും ഒരു സൈഡ് സൗത്ത് പോൾ ആയിട്ടും ആക്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെയാണ് നമ്മൾ കടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഈ നോർത്ത് പോളും സൗത്ത് പോളും സ്വിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ അറേഞ്ച്, ഒരു ബ്രഷ് വഴിയാണ് നമ്മൾ ഈ സോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഇവൻ റൊട്ടേറ്റ് ചെയ്താലും ഈ നോർത്ത് പോളും സൗത്ത് പോളും ചേഞ്ച് ചെയ്യത്തില്ല. കാരണം ഈ സോഴ്സ് സെയിം ആണ്, ബ്രഷ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ബേസിക്കലി എപ്പോഴും ഈ നോർത്ത് പോൾ ആയിട്ടും സൗത്ത് പോൾ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കോർ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ കോറിലേക്ക് വൈൻഡിങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഡി സി സോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സൈറ്റർ എന്നാണ് വിളിക്കുന്നത്. എക്സൈറ്റർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എന്ന് പറയും. എക്സൈറ്റേഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ എക്സൈറ്റർ എന്നൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ആ ഡി സി വോൾട്ടേജിന് വിളിക്കുന്ന പേര് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി അഗെയിൻ ഡിപ്പെൻസ് അപ്പോൺ മാഗ്നറ്റിക് ഫീൽഡ്. എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് വേണോ, അല്ല എത്രത്തോളം സ്ട്രെങ്ത് വേണം അനുസരിച്ചുകൊണ്ട് നമുക്ക് ആ എക്സൈറ്ററിന്റെ വോൾട്ടേജിന്റെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കുക. യൂഷ്വലി നമ്മൾ 125 to 600 വോൾട്ട് ഒക്കെയാണ് കൊടുക്കാറുള്ളത്. ഫൈ എന്ന് പറയുന്ന വാല്യൂ അനുസരിച്ചിട്ട് ഈ ഒരു വോൾട്ടേജിന്റെ റേഞ്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ജസ്റ്റ് ഓർത്ത് വെക്കുക, 125 to 600 വോൾട്ട് ആയിരിക്കും ആ കൊടുക്കുന്ന ഡി സി വോൾട്ടേജിന്റെ അല്ലെങ്കിൽ ഡി സി കറണ്ടിന്റെ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളൊരു ബാറ്ററി കൊടുക്കുന്നതിനേക്കാളും, ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഫ്രീക്വന്റ്ലി അതിന്റെ SOC ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അതിന്റെ ചാർജ് ലെവലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ പ്രാക്ടിക്കൽ കേസ് വരുമ്പോഴേക്കും ഈ ബാറ്ററി മോണിറ്ററിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മാറി അവിടെ ഒരു ചെറിയ ഒരു ഡി സി ഷണ്ട് ജനറേറ്റർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഡി സി ഷണ്ട് ജനറേറ്ററിന്റെ പ്രത്യേകത എന്താ, നമ്മൾ ഷണ്ട് ജനറേറ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി സി ഷണ്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ ഷണ്ട് ജനറേറ്റർ പഠിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു ക്യാരയൊക്കെ നമ്മൾ പഠിച്ചില്ല, എക്സ്റ്റേണൽ ക്യാരയൊക്കെ പഠിച്ചില്ലായിരുന്നു. ചെറിയൊരു ഡ്രൂപ്പ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ബാറ്ററി കൊടുക്കുന്നതിന് പകരം നമ്മളൊരു ഡി സി ജനറേറ്റേഴ്സ് ആണ് ഒരു പ്രാക്ടിക്കൽ കേസസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ്റെനൻസ്, ബാറ്ററിയുടെ കോസ്റ്റ്, അതിന്റെ മെയിൻ്റെനൻസ്, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്, അതൊക്കെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയന്റ് എന്ന് പറയുന്ന ഒരു ജനറേറ്റർ, ഒരു ഡി സി ഷണ്ട് ജനറേറ്റർ കൊടുക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് കൺവീനിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വൽ ആപ്ലിക്കേഷൻസിലൊക്കെ അല്ലെങ്കിൽ ഹെവി ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ള ഒരു ഡി സി ഷണ്ട് ജനറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ റോട്ടറിനെ എക്സൈറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റർ ഉണ്ടാവും, അവിടെ ഒരു സ്ലോട്ട് ഉണ്ടാവും, അതിന്റെ അകത്തോട്ട് വൈൻഡിങ് ഇറക്കി വെക്കുന്നു, അതിനെ നമ്മൾ സ്റ്റേറ്റർ എന്ന് വിളിക്കുന്നു. ആൻഡ് രണ്ടാമത്തെ പാർട്ടിൽ റോട്ടർ ഉണ്ടാവും, അതിനകത്തൊരു കോർ ഉണ്ടാവും, ആ കോറിലേക്ക് വൈൻഡിങ് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ആ വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഡി സി സോഴ്സ് കൊടുത്തിട്ടായിരിക്കും അവിടെ ഒരു എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി ആ ഡി സി സോഴ്സിന്റെ റേഞ്ച് എന്ന് വിളിക്കുന്നത് 125 to 600 വോൾട്ട് ആയിരിക്കും അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ കേസിലോട്ട് ഈ ബാറ്ററിയുടെ ഡിഫിക്കൽട്ടി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി സി ഷണ്ട് ജനറേറ്റേഴ്സ്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏതൊരു എക്സാമിന്. ഓൾട്ടർനേറ്ററിന്റെ എക്സൈറ്റേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ജനറേറ്റർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സീരീസ് അല്ല, കോമ്പൗണ്ട് അല്ല, യൂഷ്വലി ഡി സി ഷണ്ട് ജനറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡി സി ഷണ്ട് ജനറേറ്റേഴ്സ് നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷനിലോട്ട് വരികയാണ്. ഒരു സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്ഷൻ തന്നെയാണ്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, ഒരു ടർബൈൻ യൂസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇതൊരു കണ്ടക്ടർ നമ്പർ 1, 2 and 3. അപ്പോൾ കണ്ടക്ടർ, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഫസ്റ്റ് കണ്ടക്ടറിനെ കട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഒരു EMF ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറയാണ്, ആദ്യം N എന്ന് പറയുന്ന പോൾ കട്ട് ചെയ്തു. അപ്പൊ എനിക്കൊരു പീക്ക് കിട്ടി. ദെൻ ഇവൻ കറങ്ങി വന്ന് സൗത്ത് പോൾ ഇവിടെ എത്തി. സൗത്ത് പോൾ എത്തുമ്പോൾ എന്താ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കത്തില്ലേ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് പീക്ക് ആയിരിക്കും എനിക്ക് കിട്ടുക. ഓക്കെ, ഒരു നെഗറ്റീവ് പീക്ക് നമ്മൾ പണ്ട് ഡി സി പഠിച്ച പോലെ തന്നെ. സോ ഈ നമ്പർ ഓഫ് പോൾസ്, അതായത് ഒരു പെയർ ഓഫ് പോൾസ്, ഓക്കെ, ഒരു പെയർ ഓഫ് പോൾസ് ഒരു കണ്ടക്ടറിനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സിംഗിൾ സൈക്കിൾ കിട്ടുക എന്ന് നമ്മൾ പറയുക. ഓക്കെ, അതായത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ കിട്ടണമെങ്കിൽ
ഒരു വൈൻഡിങ്ങിനെ ഒരു പെയർ ഓഫ് പോൾസ്, ഒരു പോളല്ല ഒരു പെയർ ഓഫ് പോൾ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് സൈക്കിൾ കിട്ടുക എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താ ഇതൊരു നമുക്കൊരു ഒരു കംപ്ലീറ്റ് സൈക്കിൾ കിട്ടി അല്ലെ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇവന്റെ റൊട്ടേഷൻ, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ റൊട്ടേഷനെ ഞാൻ റൊട്ടേഷൻ സ്പീഡ് ഞാൻ കൂട്ടുകയാണ്. ബേസിക്കലി എന്താ, ഇതൊരു നമുക്കൊരു ഒരു സെക്കൻഡ് എന്ന് വിളിക്കാം. ഇത് ടൈം പീരീഡിനെ 1 സെക്കൻഡ് എന്ന് വിളിക്കാം. അപ്പൊ 1 സെക്കൻഡിൽ 1 സൈക്കിൾ പോവുകയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി 1 ഹെർട്സ് നമുക്ക് വിളിക്കാൻ സാധിക്കും. അതായത് ഒരു സെക്കൻഡിൽ ഒരു സൈക്കിൾ പോവുകയാണെങ്കിൽ അത് നമുക്ക് 1 സൈക്കിൾ എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇവന്റെ സ്പീഡ് കൂട്ടി, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് കൂട്ടി. അപ്പൊ ഞാൻ ചെയ്തപ്പോഴേക്ക് എനിക്ക് കിട്ടിയ സംഭവം ഇങ്ങനെ. അതായത് ഇത് 1 സെക്കൻഡ്, 1 സെക്കൻഡിൽ എനിക്ക് 2 സൈക്കിൾ കിട്ടി അല്ലെ. അപ്പൊ ഞാൻ സ്പീഡ് കൂട്ടുമ്പോൾ എനിക്ക് സൈക്കിൾ കൂടുന്നുണ്ട്, ദാറ്റ് മീൻസ് അവിടെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ ജനറേറ്റഡ് EMFന്റെ ഫ്രീക്വൻസിയും N എന്ന് പറയുന്ന റെവല്യൂഷനും തമ്മിലൊരു ബന്ധമുണ്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇവിടെ സ്പീഡ് കൂട്ടുകയാണ്. ഞാനിവിടെ സ്പീഡ് കൂട്ടി. അപ്പോ 1 2 3 അല്ലേ, 1 സൈക്കിൾ 2 സൈക്കിൾ 3 സൈക്കിൾ, ഇവിടം വരെ. 2 അല്ല, ഇവിടം വരെ. ഇതാണ് 1 സെക്കൻഡ് എന്ന് വിചാരിക്കുക. ഇത് 1 സെക്കൻഡ്. അപ്പൊ ഞാൻ സ്പീഡ് കൂട്ടിയപ്പോൾ അവിടെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ടർബൈന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ റൊട്ടേഷൻ വേരി ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ വരുന്ന സപ്ലൈ എത്ര, 50 ഹെർട്സ് ആണ് നമ്മുടെ വീട്ടിൽ വരുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഫ്രീക്വൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ റൊട്ടേഷൻ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലെ റോട്ടറിന്റെ റൊട്ടേഷൻ certain RPM മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എപ്പോഴും ആ സെയിം ഫ്രീക്വൻസി കിട്ടത്തുള്ളൂ. സപ്പോസ് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു, എന്തെങ്കിലും നമ്മുടെ ഗ്രിഡിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ച് നമ്മുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ ഒരു വേരിയേഷൻ സംഭവിച്ചെന്ന് വിചാരിക്കാം. സപ്പോസ് എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചിട്ട്, അപ്പൊ നമുക്ക് എപ്പോഴും 50 ഹെർട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് ആ 50 ഹെർട്സിൽ നിന്ന് എന്തൊരു ഫോൾട്ട് സംഭവിച്ച് ഫ്രീക്വൻസി കുറഞ്ഞു വന്നു, 50 ഹെർട്സിൽ നിന്ന് കുറഞ്ഞു വന്നു. അപ്പൊ എന്ത് ചെയ്യണം, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ ടർബൈന്റെ റൊട്ടേഷൻ ഇനി കൂട്ടേണ്ടി വരും. അപ്പൊ സപ്പോസ് വേറൊരു കണ്ടീഷൻ നോക്കുവാണെങ്കിൽ അത് ഫോൾട്ട് സംഭവിച്ച ഫ്രീക്വൻസി കൂടിപ്പോയെന്ന് വിചാരിക്കാം, 50ൽ കൂടിപ്പോയെന്ന് വിചാരിക്കുക. നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് 49.7 to 50.3 ആണ്. ഒരു ടോളറൻസ് റേറ്റ് ഉണ്ട്. ആ ടോളറൻസ് റേറ്റിനേക്കാളും കൂടുതൽ ആ ഫ്രീക്വൻസി പോയി കഴിയുമ്പോഴേക്കും എനിക്ക് ആ റൊട്ടേഷൻ കുറയ്ക്കണം. അപ്പൊ എന്റെ ടർബൈന്റെ സ്പീഡ് കുറച്ചിട്ട് എനിക്ക് 50 റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ 50 ഹെർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോമിന്റെ ഫസ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന ടൈം പീരീഡ് ഫ്രീക്വൻസിയാണ്. അപ്പൊ ആ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എനിക്ക് N എന്ന് പറയുന്ന നമ്പർ ഓഫ് റെവല്യൂഷൻസിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും എന്റെ ഫ്രീക്വൻസി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് വേവ് ഫോം ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോ ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിൽ ഒരു നോർത്ത് പോൾ കട്ട് ചെയ്യുമ്പോഴേക്കും എനിക്കൊരു പോസിറ്റീവ് പീക്ക് കിട്ടും. ദെൻ ഇവിടെ ഈ ഒരു റീജിയൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഫീൽഡ് കൂടുതൽ, ഈ ഒരു പോയിന്റ് ആയിരിക്കും ഫീൽഡ് കൂടുതൽ. അതായത് 2 ടെർമിനൽസിലായിരിക്കും ഫീൽഡ് കൂടുതൽ. ഈ സെന്റർ പോയിന്റിൽ ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പൊ നമ്മൾ ഇവൻ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ മാക്സിമം വരുന്നു, ദെൻ അത് കുറഞ്ഞു വരുന്നു, ദെൻ സൗത്ത് പോൾ വരുമ്പോഴേക്ക് നെഗറ്റീവ് പീക്കിലോട്ട് പോകുന്നു. സോ ഈ ഒരു 2 പോയിന്റിലും ഈ നോർത്ത് പോളിന്റെ ഒരു പോസിറ്റീവ് സൈഡ് കിട്ടും, ഈ സൗത്ത് പോൾ ആകുമ്പോഴേക്കും ഒരു നെഗറ്റീവ് സൈഡും കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് സൈക്കിൾ AC ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ് EMF ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോട്ടർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് റോട്ടർ എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് വൈൻഡിങ്ങിനെയാണ് സ്റ്റേറ്റർ എന്ന് വിളിക്കുന്നത് പറയണ്ടായി. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ വൈൻഡിങ്ങിനെ സ്റ്റേറ്റർ ആക്കി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമുക്ക് അടുത്തൊരു ചോദ്യം വരുന്നത്. നമ്മൾ DC ജനറേറ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് പറയണ്ടായി. പക്ഷെ നമ്മൾ ഓൾട്ടർനേറ്ററിന്റെ കേസ് വരുമ്പോഴേക്ക് നേരെ തിരിയുന്നത്. എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് എന്ന് പറയുന്നത്, ഈ ജനറേറ്റർ എന്ന് പറയുന്നത് 11 kV ആണ് പ്രധാനമായിട്ടും ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹെവി ആപ്ലിക്കേഷൻസിനൊക്കെ ആയിരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഹെവി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് ഞാൻ ഇവനെയാണ് റൊട്ടേറ്റിംഗ് പാർട്ടായിട്ട് വെച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഇവിടെ ഒരു എക്സ്റ്റേണൽ കണക്ഷൻ ഉണ്ട്. എക്സ്റ്റേണൽ കണക്ഷൻ ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുമായിരിക്കും. സപ്പോസ് അങ്ങനെയാണ്, ഇത് ലോഡാണെന്ന് വിചാരിക്കുക.
അപ്പൊ ഇവൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറസ്പോണ്ടിങ്ങിലി ഇവിടെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മൂവ്മെന്റ് കാരണം അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഹെവി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ ഒരു ഹെവി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോഴേക്കും എപ്പോഴും അവിടെ ഒരു സ്പാർക്കിംഗ് ജനറേറ്റ് ചെയ്യാൻ എപ്പോഴും ഒരു ചാൻസസ് കൂടുതലാണ്. ഒരു 100 വോൾട്ടോ അല്ലെങ്കിൽ 1 kV 2 kV 33 kV 11 kV ഒക്കെ വരുമ്പോഴേക്കും അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ കൂടുമ്പോഴേക്കും സ്പാർക്കിംഗ് ആ എയർ ഗ്യാപ്പിൽ കൂടി അല്ലെങ്കിൽ ആ ടെർബനൻസിൽ കൂടി ഒരു സ്പാർക്കിംഗ് ഉണ്ടാകാൻ വളരെ ഒരു ചാൻസ് കൂടുതലാണ്. അതിനെ സപ്രസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ കുറെ സേഫ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് സ്റ്റേറ്ററിനെ വൈൻഡിങ്ങിനെ സ്റ്റേറ്റർ ആക്കി വെക്കാം. നേരെ വെച്ച് റോട്ടർ വരുമ്പോൾ എന്താ അവിടെ ആകെ നമുക്ക് 125 മുതൽ 600 വോൾട്ട് വരെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 125-600 വോൾട്ട് ആണ് റേഞ്ച് വരുന്നത്. അപ്പൊ അവിടെ വരുന്ന സ്പാർക്കിനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പല എക്സ്റ്റേണൽ അറേഞ്ച്മെന്റ്സ് വഴി ആ ഒരു ആർക്കിനെയൊക്കെ ക്വിഞ്ചിങ് ഒക്കെ ചെയ്തു നമുക്ക് ഒരു പരിധി വരെ അവിടെ ആർക്കിനെ കൺട്രോൾ നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള ആർക്ക് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ആ ഒരു ജനറേറ്റ് ചെയ്ത EMF-നെ വെളിയിലെടുക്കാനുള്ള ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ്ലി നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിനെ സ്റ്റേറ്റർ ആക്കി വെക്കുന്നത്. 2 എന്ന് പറയുന്നത് ഇൻസുലേഷൻ. ഹെവി വോൾട്ടേജ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഹെവി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനെ മൂവിംഗ് പാർട്ട് ആകുമ്പോഴേക്കും വരും, അവിടെ EMF ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ് വരും. അപ്പൊ ഇതിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ഇൻസുലേഷൻസ് ഹെവി പ്രൊട്ടക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കത് ആ ഒരു ആർമേച്ചർ വൈൻഡിങ്ങിനെ സ്റ്റേറ്റർ ആക്കി വെക്കുമ്പോഴേക്കും ഒരു പരിധി വരെ ആംഗുലാർ വരുന്ന ഒരു സ്ട്രെസ്, റൊട്ടേഷണൽ സ്ട്രെസ് നമുക്ക് സപ്രസ് ചെയ്യാൻ സാധിക്കും. മിച്ചം വരുന്നത് നമുക്ക് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്ട്രെസ്സിനെ മാത്രമേ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പൊ ഇൻസുലേഷൻ, ഒരു ഈസിയർ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ ആർമേച്ചറിനെ സ്റ്റേറ്റർ ആക്കി വെക്കുന്നത്. സോ ഒരു ഈസിയർ ഇൻസ്റ്റലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ഒരു ഈസിയർ ഇൻസ്റ്റലേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ആർമേച്ചറിനെ ഒരു സ്റ്റേഷനറി പാർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DC എന്ന് പറയുമ്പോൾ ഒരു ഈസിയർ ഹാൻഡ്ലിങ്, അതായത് ഒരു DC പാർട്ടിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ഈസി ഹാൻഡ്ലിംഗ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞ പോയിന്റ് ആണ് തേർഡ് പോയിന്റ് വരുന്നത്. ആൻഡ് ഒന്ന് പറയുന്നത്, പിന്നെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റൊട്ടേഷണൽ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ ഒരു വൈൻഡിങ്ങിനെ ആർമേച്ചർ വൈൻഡിങ്ങിനെ സ്റ്റേബിൾ ആക്കി വെച്ച് കൂടുതൽ ഡിഫോർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. നമ്മുടെ റോട്ടർ വൈൻഡിങ് എന്ന് വെച്ചാൽ വെൻ കമ്പയറിംഗ് ടു ആർമേച്ചർ വൈൻഡിങ് കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കുറവായിരിക്കും. നേരെ മറിച്ച് സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഹൈ EMF ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ ഇൻസുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹൈ ഐസൊലേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവരെ എപ്പോഴും സ്റ്റേഷനറി ആക്കി വെക്കുക. കുറച്ചുകൂടെ കമ്പയറിംഗ് ടു സ്റ്റേറ്റർ, നമ്മുടെ റോട്ടർ എന്ന് പറയുന്നത് അത്രയും കോംപ്ലക്സിറ്റി ഇല്ല. അപ്പൊ അവനെ ഫിക്സ് ചെയ്ത് വെക്കാനും അവന് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. അതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ എപ്പോഴും ആർമേച്ചർ വൈൻഡിങ്ങിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റിംഗ് നേച്ചറിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 4 പോയിന്റ്സ്. ആർമേച്ചർ എന്തുകൊണ്ട് സ്റ്റേഷനറി ആക്കി വെക്കുന്നു എന്നുള്ള ചോദ്യത്തിന് 4 ഉത്തരമാണ്. ഒന്ന് എന്ന് പറയുന്നത് ഈസി, നമ്മുടെ ഇൻഡ്യൂസ് EMF വെളിയിലെടുക്കാനുള്ള ഈസിനെസ്, ഇൻസുലേഷന്റെ റോട്ടറിനെ നമുക്ക് ഇൻസുലേഷൻ ചെയ്യാനുള്ള ഒരു ഈസി ആയതുകൊണ്ടും ദെൻ ഈ പറയുന്ന ലോസസ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ആയിട്ടുള്ള ലോസസ് ഒക്കെ കുറവ് നമുക്ക് ഈ പറയുന്ന റോട്ടറിലാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ നമ്മൾ സ്റ്റേറ്ററിനെ നമ്മൾ എപ്പോഴും ഒരു സ്റ്റേഷനറി പോർഷൻ ആർമേച്ചർ വൈൻഡിങ്ങിനെ സ്റ്റേഷനറി ആക്കി വെക്കുന്നത്.